സുഗതൻ കൗൺസിൽ യോഗങ്ങളിൽ എത്തിയില്ലെന്ന് LDF വാദം ഉയർത്തുമ്പോൾ ഏപ്രിലിലെ യോഗത്തിൽ പങ്കെടുത്തെന്നാണ് BJP അവകാശപ്പെടുന്നത്. സുഗതന്റെ സത്യപ്രതിജ്ഞയും തുലാസിലായിരിക്കുന്ന സാഹചര്യം, അതിൽ സത്യപ്രതിജ്ഞയ്ക്ക് 4 ആഴ്ചയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഈ സുഗതൻ എങ്ങാൻ പുറത്തുപോയാൽ പിന്നെ കാണാനിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഒരാഴ്ചക്കകം അറിയാമല്ലേ BJP സ്ഥാനത്തുണ്ടാകുമോ ഇല്ലയോ എന്ന്? റോഷ്നി, സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ BJPക്ക് കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും. നിലവിൽ കേവല ഭൂരിപക്ഷം കൃത്യമായി 101 അംഗ കൗൺസിലിൽ 50 പേരാണ് BJPക്കുള്ളത്. സ്വതന്ത്ര കൗൺസിലറായ ഒരു പാട്ടൂർ രാധാകൃഷ്ണനെ കൂടി കൂട്ടുപിടിച്ചാണ് 51 എന്ന കേവല ഭൂരിപക്ഷത്തിൽ BJP ഇവിടെ ഭരിക്കുന്നത്. സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ അത് 50 കുറയും. സ്വതന്ത്രനെ മറുകണ്ഠം വല്ലവും ചാടിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് 49 എന്ന സംഖ്യയിലേക്ക് പോകേണ്ടി വരും. ഇപ്പുറത്ത് കേവല ഭൂരിപക്ഷം വരും. പക്ഷേ അവിടെ കേവല ഭൂരിപക്ഷം വരണമെങ്കിൽ 29 അംഗങ്ങളുള്ള LDFും 20 അംഗങ്ങളുള്ള UDFും ഒന്നിച്ചു നിൽക്കണം. അപ്പോൾ 49 ആയിരിക്കും അവരുടെ അംഗസംഖ്യ വരിക, കൗൺസിലർമാരുടെ എണ്ണം വരിക. ഒരു സ്വതന്ത്രൻ BJPക്കൊപ്പം കൂടാത്ത പിന്നെ ഒരു സ്വതന്ത്രനാണുള്ളത്. ആ സ്വതന്ത്രൻ പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ റിബലാണ്. സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ പോലും അപ്പോഴും 50 എന്ന സംഖ്യയിലേക്ക് വരും. പാട്ടൂർ രാധാകൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 51 എന്ന ഒരു കേവല ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ പറ്റും. ഒപ്പം സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ ആ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. CPIMന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി, അതായത് BJP മാത്രം വിജയിച്ചു വരുന്ന ഒരു വാർഡല്ല അത്. അവിടെ CPIMനും LDFനും ശക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ കൂടി വിജയിച്ചു വരികയാണെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകാൻ പറ്റും എന്നതൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാധ്യതകളൊക്കെ നടക്കണമെങ്കിൽ വലിയ ചർച്ചകൾ നടക്കണം. കാരണം UDFും LDFും കൂടി ഒന്നിക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പുകളൊന്നും നടക്കാനില്ലാത്തത് കൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊക്കെ പോയാൽ വേണമെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു മുൻകൈ എടുത്തതായി UDFിന്റെ കേന്ദ്രങ്ങളിൽ നിന്നോ LDFിന്റെ കേന്ദ്രങ്ങളിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോഴും BJP സേഫായി നിൽക്കുമ്പോഴും ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.